ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ലോക സർപ്പ ദിനാചരണത്തിന്റെ ഭാഗമായി സർപ്പ ബോധവൽക്കരണത്തിനായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ പുനർനിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ചെറുവണ്ണൂർ അങ്ങാടിയിൽ കടയുടെ മേൽക്കൂര തകർന്ന് വളർത്തുപക്ഷികൾ ചത്തു. എലത്തൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പുതിയ സ്റ്റാൻഡിൽ നടത്തിയ യുവജന പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ടെലികോം കമ്പനികൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ കോഴിക്കോട് ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ഈ ഇന്റർനെറ്റ് സംവിധാനം വലിയ രീതിയിൽ ഇന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത്ര നേരിട്ടിടപെട്ടുകൊണ്ടേയിരിക്കുക. അത് മൊബൈലിലുള്ള ഇന്റർനെറ്റ്, അല്ലാതെയുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം ഒരു ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മൊബൈൽ തന്നെയാണ്. മനുഷ്യരുടെ കൂടെ കൊണ്ടുവരുന്നതാണ് മൊബൈൽ. നമുക്ക് എവിടെ നിന്നും വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ മൊബൈൽ ഫോണിലെ ഇന്റർനെറ്റും നമ്മളുടെ സൗകര്യങ്ങളും വർദ്ധിച്ചു വരുന്ന സാധ്യത. ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതവും ഈ മൊബൈൽ ഫോണും അതിലെ ഇന്റർനെറ്റും ഒക്കെയായി വലിയ രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നേരത്തെ നമ്മുടെ ഈ മൊബൈൽ നെറ്റ്വർക്കിൽ അതായത് അതിന്റെ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ആരെയും BSNL മാത്രമാണ്. എന്നാൽ BSNL ഇന്ന് ഒരു കാര്യമാത്ര പ്രസക്തമുള്ള ഒരു മൊബൈൽ നെറ്റ്വർക്കല്ല. പ്രസിഡന്റ് എം സിനാൻ ഉമ്മർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഫഹദ് ഖാൻ, ജാസിർ അഹമ്മദ്, അരുൺ സി ആനന്ദ്, ഖദീജ ഹിബ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ആർ ഷാജി സ്വാഗതവും ട്രഷറർ ടി വൈശാഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക സർപ്പ ദിനാചരണത്തിന്റെ ഭാഗമായി സർപ്പ ബോധവൽക്കരണത്തിനായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. സിൽവർ ഹിൽസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. പാമ്പിനെ കുറിച്ചുള്ള അവബോധം നൽകാൻ റെയിൽവേ സ്റ്റേഷനിൽ കയോസ്കും സ്ഥാപിച്ചു. ജൂലൈ 16 ലോക സർപ്പ ദിനാചരണത്തിന്റെ ഭാഗമായി വനം വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലും ഗോകുലം മാളിലും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പാമ്പിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ഇതിനു പുറമെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സർപ്പ ആപ്പിനെ കുറിച്ച് അറിവ് നൽകുന്ന കിയോസ്ക് സ്ഥാപിക്കുകയും ചെയ്തു. സംസ്ഥാന വനം വകുപ്പ് വികസിപ്പിച്ച സർപ്പ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ
പാമ്പുകളെക്കുറിച്ചും പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടാൻ പരിശീലനം ലഭിച്ച സംസ്ഥാനത്തുള്ള 820 റെസ്ക്യൂവർമാരുടെ ജില്ല തിരിച്ചുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരവും ലഭിക്കും. ഒരു പാമ്പ് അപകടകരമായ നിലയിൽ കണ്ടാൽ അതിന്റെ പടമോ ആ പരിസരത്തിന്റെ പടമോ ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ സമീപത്തുള്ള റെസ്ക്യൂവർ ഉടൻ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോകും. ഈ ഫ്ലാഷ് മോബിലൂടെ നമ്മൾ സർപ്പ ആക്ടിന്റെ ഇമ്പോർട്ടൻസ് പബ്ലിക്കിലേക്ക് എത്തിക്കുകയാണ്. പരിപാടിയിൽ സോഷ്യൽ ഫോറസ്ട്രി ഉത്തരമേഖല കൺസർവേറ്റർ ആർ കീർത്തി, അസിസ്റ്റന്റ് കൺസർവേറ്റർമാരായ AP ഇന്ത്യാസ്, സത്യപ്രഭ, റേഞ്ച് ഓഫീസർ ദിവ്യ, സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ പുനർനിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. റെയിൽവേ സ്റ്റേഷൻ നവീകരണം മൂലമുള്ള ഗതാഗതക്കുരുക്കിന് ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും കോഴിക്കോട് ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. അഗ്നിശമന സേനയുടെ പ്രസക്തിയും സേവനവും അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അപകടാവസ്ഥ മൂലം പൊളിച്ചുമാറ്റിയ ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുനർനിർമ്മാണം വർഷങ്ങൾ പിന്നിട്ടിട്ടും ആരംഭിക്കാത്തതിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് താൽക്കാലിക ഫയർ സ്റ്റേഷൻ സൗജന്യമായി നിർമ്മിച്ച് നൽകാനുള്ള സന്നദ്ധത MDC മുഖേന സർക്കാരിനെ അറിയിച്ചെങ്കിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ഓടുന്ന കാറുകൾ തീപിടുത്തം, അതുപോലെ ജനങ്ങൾ വെള്ളത്തിൽ വീണും മറ്റും ഒഴുക്കിൽപ്പെട്ടുമുള്ള കാര്യങ്ങളിലെല്ലാം സുസ്ഥിര സേവനമാണ് അഗ്നിശമന സേനാംഗം നടത്തി വരുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബീച്ച് ഫയർ സ്റ്റേഷൻ കാലപ്പഴക്കമുള്ള അപകടാവസ്ഥ മൂലം പൊളിച്ചു മാറ്റി വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ബദൽ സംവിധാനം കണ്ടെത്താനോ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് പുതിയ പുനർനിർമ്മാണത്താനോ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. ഇത് വളരെയധികം വ്യാപാരികളിലും ജനങ്ങളിലും ആശങ്ക വരുന്നുണ്ട്. MDC പ്രസിഡന്റും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാനുമായ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി A ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ട്രഷറർ MV കുഞ്ഞാമു, കോൺഫെഡറേഷൻ റീജിയണൽ കൺവീനർ TP വാസു, സൺഷൈൻ ഷൊർണൂർ, ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CC മനോജ്, ജോസി വി ചുങ്കത്ത്, റിയാസ് നേരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലിനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചെറുവണ്ണൂർ അങ്ങാടിയിൽ കടയുടെ മേൽക്കൂര തകർന്ന് വളർത്തുപക്ഷികൾ ചത്തു. പാരഡൈസ് ബേർഡ്സ് ആൻഡ് പെറ്റ്സിന്റെ മേൽക്കൂരയാണ് മഴയ്ക്കിടെ ഇടിഞ്ഞു വീണത്. അലങ്കാര പക്ഷികൾ ചത്തതിനു പുറമെ വിലപിടിപ്പുള്ളവ പറന്നുപോയതും നഷ്ടം വരുത്തി. അങ്ങാടിയിൽ അലങ്കാര പക്ഷികളും വളർത്തുമൃഗങ്ങളും വിൽക്കുന്ന കടയുടെ മേൽക്കൂര തകർന്ന് ഒട്ടേറെ പക്ഷികൾ ചത്തു. കുണ്ടായിത്തോട് കാട്ടുങ്ങൽ ഇർഷാദലിയുടെ ഉടമസ്ഥതയിലുള്ള പാരസൈറ്റ് ബേർഡ്സ് ആൻഡ് പെറ്റ്സിന്റെ മേൽക്കൂരയാണ് ഉച്ചയ്ക്കുണ്ടായ മഴയ്ക്കിടെ ഇടിഞ്ഞു വീണത്. കടയിലുണ്ടായിരുന്ന കുണ്ടായിത്തോട് സ്വദേശി മനേഷിന് നിസാര പരുക്കേറ്റു. കിളികളെ സൂക്ഷിച്ച മിക്ക കൂടുകളും തകർന്നു. കെട്ടിടത്തോട് ചേർന്നുള്ള മരം കാറ്റിൽ ആടിയുലഞ്ഞ് മേൽക്കൂരയിൽ തട്ടിയാണ് ഭിത്തിയടക്കം നിലം പൊത്തിയത്. കൂടിന് മുകളിലേക്ക് മതിൽക്കെട്ട് വീണും മറ്റുമാണ് കിളികൾ ഏറെയും ചത്തത്. നാട്ടുകാരും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വിലപിടിപ്പുള്ള 100ഓളം കിളികൾ പാറിപ്പോയി. 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
എലത്തൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. എലത്തൂർ ജുമാ മസ്ജിദിന് മുൻപിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. പലയിടത്തും ഓവുചാൽ ഇല്ലാത്തതാണ് വെള്ളം ഒഴിഞ്ഞുപോകാത്തതിന് കാരണം. സംസ്ഥാന പാതയിൽ എലത്തൂർ ജുമാ മസ്ജിദിന് മുൻപിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലെ വെള്ളക്കെട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കി. വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെയും ബസ് യാത്രക്കാരുടെയും ദേഹത്ത് ചെളിവെള്ളം തെറിക്കുന്ന അവസ്ഥയാണ്. പല ഭാഗത്തും ഓവുചാൽ ഇല്ലാത്തതാണ് റോഡിലെ വെള്ളക്കെട്ടിന് കാരണം. ഓവുചാലുള്ള ഭാഗത്ത് തന്നെ നടപ്പാത ഉയർത്തിയത് കാരണം വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, എലത്തൂർ. IMAയുടെ ബെസ്റ്റ് ഡോക്ടർ 2024 അവാർഡ് നേടിയ ഡോക്ടർ BP സുബ്രഹ്മണ്യത്തിന് കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹം ആദരിച്ചു. സമൂഹ മഠത്തിൽ നടന്ന സ്വീകരണ പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. IMAയുടെ ബെസ്റ്റ് ഡോക്ടർ 2024 അവാർഡ് നേടിയ ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യനെ കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹം ആദരിച്ചു. തളി ബ്രാഹ്മണ സമൂഹം ശ്രീ വിദ്യാഭാരതി വേദ പാഠശാല ആൻഡ് കൾച്ചറൽ സെൻട്രൽ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി, തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം രക്ഷാധികാരി, കേരള ബ്രാഹ്മണ സഭ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, കാഞ്ചി ശങ്കര ഫ്രീ ക്ലിനിക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യൻ. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വെച്ച് നടന്ന സ്വീകരണ പരിപാടി ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പ്രമുഖയോടുകൂടി നിലനിൽക്കുന്നത് കാണുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ വലിയ സന്തോഷം. പടിയേരി ഗോപാലകൃഷ്ണൻ, ഡോക്ടർ S കൃഷ്ണ, ഡോക്ടർ സതീഷ് പത്മനാഭൻ, KS വെങ്കിടാചലം, MJ ശ്രീറാം, KB ശിവാനന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. തളി ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് P ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗത്തിൽ VP രവി സ്വാഗതവും MJ അനന്തനാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ഫ്രീ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്ങിലേക്കുള്ള എൻഡോമെന്റ് ഡ്രൈവ് ജൂലൈ 20 കോഴിക്കോട്ട് അജിനോറയിൽ നടക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. MK മുനീർ MLA, UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ എന്നിവരും പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർക്ക് കൂടുതൽ അവസരങ്ങൾ ഉള്ളത് ഇപ്പോൾ ജർമ്മനിയിലാണ്. സോ ആ അവസരങ്ങൾ നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ നഴ്സുമാർക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ജർമ്മൻ ലാംഗ്വേജിൽ അവിടെ ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി കിട്ടണമെങ്കിൽ നമ്മള് A1, A2, B1, B2 എന്നീ ലെവലുകളിൽ അവര് വൈദഗ്ധ്യം നേടേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിലെ നഴ്സുമാർക്ക് ഈ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്ങിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും അവരെ B2 ലെവൽ വരെ അവർക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം വഴി അവരുടെ താമസവും ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ട്രെയിനർമാർ വന്ന് അവർക്ക് ട്രെയിനിങ്ങും നൽകുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാമുകൾ ഇന്ത്യയിലൊട്ടാകും വിവിധ സംസ്ഥാനങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻറോൾമെന്റ് ഡ്രൈവിൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്കും നഴ്സിംഗ് പഠിക്കുന്നവർക്കും പങ്കെടുക്കാം. ഈ ഡ്രൈവിൽ സെലക്ട് ആകുന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണ താമസ സൗകര്യങ്ങളോടെ ജർമ്മൻ ഭാഷ സൗജന്യമായി പഠിക്കുന്നതിനും B1 ക്വാളിഫിക്കേഷൻ നേടിയ ഉടനെ ഫ്രീയായി ജർമ്മനിയിൽ ജോലി നേടുന്നതിനുമുള്ള സൗകര്യങ്ങളാണ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ ഒരുക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ
7907699868 എന്ന നമ്പറുകൾ വിളിക്കാം. വാർത്താ സമ്മേളനത്തിൽ NSDC CEO ജോബിഷ് കുര്യാക്കോസ്, മാർക്കറ്റിംഗ് ഹെഡ് ലിജോ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ KA കൊടുങ്ങല്ലൂരിന്റെ സ്മരണയ്ക്കായി മാധ്യമം റിക്രിയേഷൻ ക്ലബ്ബ് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ഫസീല മെഹറിനും അമലിനും നൽകും. ഓഗസ്റ്റ് 1 കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. 2023 കഥകളില് അമലിനും 2022 കഥകളില് ഫസീല മെഹറിനുമായിരുന്നു കിട്ടിയത്. ഏറെക്കുറെ ഏകാണ്ടമായി തന്നെയാണ് ഈ ഇവരെ തെരഞ്ഞെടുത്ത് എന്ന് പറയാം. കാരണം 3 പേരുടെ മാർക്ക് കൂട്ടിയപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്ക് ഇവർക്കാണ് ലഭിച്ചത്. കൃത്രിമൊന്നുമില്ലാതെ, ജാടയില്ലാതെ എഴുതിയ കഥകളാണ് 2 കഥകളും. ഈ സ്ത്രീയുടെ ആന്തരിക ശക്തിയുടെ തീവ്രതയും ഉറച്ച ജീവിത ബോധ്യങ്ങളിൽ നിന്ന് യാഥാസ്ഥിതിക സമൂഹത്തിനോട് അവൾക്കുള്ള തീക്ഷ്ണ പ്രതികരണങ്ങളും നാടോടി കഥയുടെ മിനുക്കത്തോടെ പറയുന്ന കഥയാണ് ഫസീല മെഹറിന്റെ പടപ്പ്. അതുപോലെ അമലിന്റെ എന്റെ അമ്മൂമ്മ ഒരു ചരിത്രവനിത എന്ന കഥ ചരിത്രത്തിൽ രേഖപ്പെടാതെ പോകുന്ന ജനതയുടെ ശബ്ദവും ജീവിതവും ചരിത്ര നിർമ്മിതിയിലെ മേലാള വഴക്കങ്ങളും ലളിതമായ ഭാഷയിൽ സമർത്ഥമായി ആഞ്ഞ് തറപ്പിക്കുന്ന കഥയാണ്. 2022 സെപ്റ്റംബറിൽ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച പടപ്പ് എന്ന ചെറുകഥയ്ക്കാണ് ഫസീല മെഹർ പുരസ്കാരം നേടിയത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 2023 റിപ്പബ്ലിക് പതിപ്പിൽ പ്രസിദ്ധീകരിച്ച എന്റെ അമ്മൂമ്മ ഒരു ചരിത്ര വനിതയ്ക്കാണ് അമലിന് പുരസ്കാരം. 20,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. പ്രശസ്ത എഴുത്തുകാരൻ ശത്രുഘ്നൻ, PK പാറക്കടവ്, നിതീഷ് നടേരി എന്നിവർ അംഗങ്ങളായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് വിധി നിർണയിച്ചത്. ഓഗസ്റ്റ് 1 വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് PK പാറക്കടവ്, M കുഞ്ഞിപ്പ, P ഷംസുദ്ദീൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോണ്ടിസറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലനത്തിലേക്ക് പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്കാണ് അവസരം. പ്രായപരിധിയില്ല. നാട്ടിലും വിദേശത്തും ജോലി സാധ്യതയുള്ള കോഴ്സുകളിലാണ് പരിശീലനം നൽകുന്നത്. വിവരങ്ങൾക്കായി 9495640652 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. TTC, PPTC കഴിഞ്ഞവർക്ക് അഡ്വാൻസ് ഡിപ്ലോമ ഉണ്ട്. ദെൻ ഡിഗ്രി കഴിഞ്ഞവർക്ക് PG, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസറി എഡ്യൂക്കേഷൻ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ആണ് വീട്ടിലിരുന്നിട്ട് ഫോർ ലേഡീസ് വിതൗട്ട് എനി ഏജ് ലിമിറ്റ്. 2 hours ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇതിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. Then there is lot of activities. Montessori, it is basically depend on children. So kore activities in there where ladies sitting at home without any age limit, they can complete the course, 1-year course on there. They can apply any private schools, CBSE, ICS schools, even they can work abroad also. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് ചേരാവുന്ന 4 കോഴ്സുകളാണുള്ളത്. സർട്ടിഫിക്കറ്റ് ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ. അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് പകുതി ഫീസ് ആനുകൂല്യമുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് സൂം വഴിയും ക്ലാസ്സിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7356607191 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് NCDC ഫാക്കൽറ്റി ഷീബ PK വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 1991 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഒത്തുകൂടൽ സംഘടിപ്പിച്ചു. സ്പന്ദനം എന്ന പരിപാടി ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉന്നത പഠനത്തിൽ വിജയിച്ച കുട്ടികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു. 91 ബാച്ചിലെ അംഗങ്ങളെയും ആദരിച്ചു. ശ്രീധരൻ മാസ്റ്ററെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് സ്മിത, ജോയിന്റ് സെക്രട്ടറി ബിത, ട്രഷറർ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. 50 വയസ്സ് പൂർത്തിയായവർക്ക് ആദരവ് നൽകി. പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം പരിഹരിക്കപ്പെടാതെ അനന്തമായി നീളുന്നത് മനുഷ്യാവകാശ ലംഘനത്തിനും ക്രമസമാധാന പ്രശ്നത്തിനും ഇടയാക്കുമെന്ന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി.
വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 2019 സൊസൈറ്റി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ആഭ്യന്തരമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചിരുന്നു. തർക്കം ഇപ്പോഴും രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചെയർമാൻ സി ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ജനറൽ കൺവീനർ MC ജോൺസൺ എന്നിവർ ചേർന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവനും ചടങ്ങിൽ സന്നിഹിതനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ലോക സർപ്പ ദിനാചരണത്തിന്റെ ഭാഗമായി സർപ്പ ബോധവൽക്കരണത്തിനായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ പുനർനിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ചെറുവണ്ണൂർ അങ്ങാടിയിൽ കടയുടെ മേൽക്കൂര തകർന്ന് വളർത്തുപക്ഷികൾ ചത്തു. എലത്തൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.